എന്നെ തീർത്ത് കളയാമെന്ന് കരുതി എന്റെ മായാലീലാവിലാസങ്ങൾ സഹിക്കാൻ വയ്യാതെ വന്നു. അങ്ങനെയാണ് ശാസ്ത്രത്തിൽ അല്ലേ. അന്ന് ഞാൻ ജനിച്ചുടനെ കാളകാട്ടത്തും കരുതി ഈ ശാസ്ത്രത്തിനെങ്ങനെ വളർത്തണമെന്ന് കരുതി അല്ലേ. ആരപ്പാല് കൊടുത്താലോ അസുരനാകും, കുതിരപ്പാല് കൊടുത്താലോ കുംഭകാവല കെട്ടും, എങ്കിൽ യോഗ്യവും വീര്യമുള്ള ഗോദാവരി പശുവിൻ പാൽ കൊടുത്തു ഉണർത്താം ഈ ശാസ്ത്രപ്പര എന്ന് കരുതി അല്ലേ. അങ്ങനെ പാൽ തേടി പോയി. എവിടെയാന്ന് കൊടുക്കണേ പാലുണ്ടായി? ഇവിടെയാണ് പാല് കിട്ടിയിട്ടുള്ളത്. ശാസ്ത്രപ്പന് കുങ്കിയാവയുടെ കട്ടാളവാദത്തിൽ അത് പാല് കിട്ടിയതല്ലേ. അങ്ങനെ ഒരു കുമ്പക്കുള്ള പാലിന് ചോദിച്ചു പോയി. എന്താ പറഞ്ഞതറിയാ? ഇന്നലെ വരെ പുറംപിള്ളക്ക് പാലും പഴിയരിയും കൊടുത്തിട്ടില്ല, ഇനി ഇന്ന് കൊടുക്കുകയുമില്ല. അകമ്പിള്ളക്ക് കൊടുത്തു വന്നിട്ടുള്ളേ പുറംപിള്ളക്ക് എന്ന് പറഞ്ഞിട്ട് അതെന്ത് തടഞ്ഞു. അത്രയും ബലവാനായി ശക്തിവാനുമായിരിക്കുന്ന എനിക്ക് വേണ്ടിട്ട് പാലിന് പോയി കൊടുത്തില്ലെങ്കിൽ എന്റെ ശക്തിയും എന്റെ വായുള്ള ഇവിടെ കാണിക്കണ്ടേ. അങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ വായ ഇവിടെ കാണിച്ചത്. എന്താ ഉണ്ടായത്? പശുക്കിടാകളെല്ലാം ശിലയായി മാറി, കറുത്ത പശുവും കുട്ടികളെല്ലാം കരിങ്കൽപ്പാറയായി മാറി, വെളുത്ത പശുവും കുട്ടികളെല്ലാം വെങ്കൽപ്പാറയായി മാറി, ചുവന്ന പശുവും മക്കളെല്ലാം ചെവിടിപ്പാറയായി മാറി, പശുവെക്കെട്ടും അല്ലെ കയറെല്ലാം പാമ്പുന്തകളായിട്ട് മാറി. ഗോശാല അഗ്നിയെരിഞ്ഞു പോയി. ഒരു കിടാരം പാല് കിടന്നതെല്ലാം നീരായിപ്പോയി, മറുകിടാരം പാല് കിടന്നതെല്ലാം ചോരയായും പോയി. അത്ഭുതപ്പെട്ടില്ലേ?